ഗൗതം, ആലുവ മണപ്പുറത്തെ ബലിതർപ്പണ ചടങ്ങുകൾ ഏകദേശം 5 മണിക്കൂറിലേക്ക് എത്താൻ പോവുകയാണ്. ഇതിനകം തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ ബലിതർപ്പണം നടത്തി കഴിഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ട ക്രമീകരണങ്ങളെല്ലാം തന്നെ ഇന്നലെ രാത്രി മുതൽ തന്നെ സിവിൽ ഡിഫൻസ് ഒക്കെ ഇന്നലെ രാത്രി 8 മണി മുതൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഈ എത്തുന്ന ഭക്തർക്ക് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതിരിക്കാൻ കൃത്യമായ നിർദ്ദേശങ്ങളും കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ ഒരുക്കിക്കൊണ്ടാണ് ആലുവ മണപ്പുറത്ത് ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നത്. പുലർച്ചെ 2 മണിക്കാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത്. ആലുവ ശിവക്ഷേത്രത്തിൽ മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പൂജാ ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷമാണ് പെരിയാറിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത്. നമുക്കറിയാം, മധ്യകേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ബലിതർപ്പണ കേന്ദ്രമാണ് പെരിയാർ തീരത്തെ ആലുവ മണപ്പുറത്ത് ബലിതർപ്പണം നടത്തുവാനായി ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ വർഷവും. ഇപ്പോൾ കർക്കിടക വാവ് ബലിക്കാണെങ്കിലും ഒപ്പം തന്നെ മഹാശിവരാത്രിക്കാണെങ്കിലും ആലുവ മണപ്പുറത്തേക്ക് എത്തുന്നത്. ഈ ആളുകളുടെ വരവ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ KSRTCയുടെ ഭാഗത്താണെങ്കിലും കൊച്ചി മെട്രോയുടെ ഭാഗത്താണെങ്കിലും പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 500ഓളം പോലീസുകാരെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി വിന്യസിച്ചിരിക്കുന്നത്. ആലുവ നഗരത്തിൽ മുഴുവൻ ഗതാഗത നിയന്ത്രണമുണ്ട്. ആലുവ നഗരത്തിൽ ഹൈവേയുടെ സമീപം ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ടേക്കും, അതായത് ആലുവ മണപ്പുറം ഭാഗത്തേക്കും ഒപ്പം തന്നെ പമ്പ് കവലയിൽ നിന്ന് ആലുവ റെയിൽവേ സ്റ്റേഷന് അടുത്ത് സമീപമുള്ള പമ്പ് കവലയിൽ നിന്ന് ആലുവ മണപ്പുറത്തേക്കും വാഹനങ്ങളൊന്നും തന്നെ കടത്തിവിടുന്നില്ല. വരുന്ന ഭക്തരെല്ലാം അവിടെ നിന്ന് നടന്നാണ് വരേണ്ടത്. കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. എവിടെ വാഹനം പാർക്ക് ചെയ്യണം നടക്കുമുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി നൽകുകയും ചെയ്യുന്നുണ്ട്. ഈ കർക്കിടക മാസത്തിലെ അമാവാസി നാളിൽ പിതൃക്കൾക്ക് ആത്മശാന്തി നൽകി കഴിഞ്ഞാൽ, അതായത് ആത്മശാന്തിക്ക് നടത്തുന്ന പിതൃതർപ്പണമാണിത്. അത് നൽകി കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് ഈ പിതൃക്കന്മാർക്ക് ആത്മശാന്തിയും ഒപ്പം തന്നെ അവർക്ക് ഒരു സന്തോഷം. ശരി സൈഫ്, തുടരുക. നമ്മൾ ശംഖുമുഖം തീരത്തെ ചടങ്ങുകളുടെ വിശേഷങ്ങൾ കൂടി ഇപ്പോൾ തേടുകയാണ്. സനിസ ശോഭാചന്ദ്രനുണ്ട്. സനിസ, നമുക്കറിയാം ഈ ബലിതർപ്പണവുമായി ബന്ധപ്പെട്ട് പുഴയ്ക്ക് തീരത്തും അതോടൊപ്പം തന്നെ കടലിനോട് ചേർന്നുമൊക്കെ ഈ തർപ്പണ ചടങ്ങുകൾ നടക്കാറുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുന്ന ഒരു സ്ഥലം തിരുവനന്തപുരത്ത് വർക്കല പാപനാശവും അതോടൊപ്പം തന്നെ ശംഖുമുഖവുമാണ്. ശംഖുമുഖത്തെ ഇപ്പോൾ ചടങ്ങുകൾ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? രാവിലെ ആകുമ്പോഴേക്കും കൂടുതൽ പേർ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടോ? സുരക്ഷാ ക്രമീകരണങ്ങൾ ഏത് നിലയ്ക്കാണ് അവിടെ ക്രമീകരിച്ചിരിക്കുന്നത്? അതെ, ഗൗതം പറഞ്ഞതുപോലെ തന്നെ ഈ തീരപ്രദേശവുമായി ബന്ധപ്പെട്ട് ഈ കടലുമായി ബന്ധപ്പെട്ട് ബലിതർപ്പണം നടത്തുന്ന തിരുവനന്തപുരത്തെ 2 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണുള്ളത്. അതൊന്ന് വർക്കല പാപനാശം, അതുപോലെ തന്നെ രണ്ടാമത്തേത് ആറാട്ട് മണ്ഡപത്തിന് സമീപമായിട്ടുള്ള ഈ ശംഖുമുഖം ബീച്ചിലാണ്. കാലങ്ങളായിട്ട് ആളുകൾ ഈ സിറ്റിക്കുള്ളിലും അതുപോലെ തന്നെ പുറത്തുനിന്നടക്കം ആളുകൾ ഈ കൂടുതലായിട്ടും തിരുവനന്തപുരത്ത് ഈ ബലിതർപ്പണവുമായി ബന്ധപ്പെട്ട് എത്തിച്ചേരുന്നത്. ഇവിടെ ഇന്ന് പുലർച്ചെയോടെ 2 മണിയോടെ തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആയിരക്കണക്കിന് ആളുകളാണ് ബലിതർപ്പണം ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നത്. കഴിഞ്ഞ വർഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം കുറച്ചുകൂടെ സുരക്ഷാ സജ്ജീകരണങ്ങൾ കൂടുതലാണ്. കാരണം ഈ കടൽക്ഷോഭവുമായി ബന്ധപ്പെട്ട് കൂടെ തന്നെ ശംഖുമുഖത്ത് തീരശോഷണം വലിയ രീതിയിലുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ബാരിക്കേഡുകൾ കെട്ടി വിവിധ ക്യാമ്പുകളായിട്ട് വിവിധ ഭാഗങ്ങളായിട്ട് ആണ് ഇത്തരത്തിൽ ഈ ബലിതർപ്പണ ചടങ്ങുകൾ ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. ആറാട്ട് മണ്ഡപത്തിന് ചുറ്റുമായി ബാരിക്കേഡുകൾ കെട്ടി വിവിധ ഗ്രൂപ്പുകളാക്കി തിരിച്ചാണ് ഈ ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. പൂജയ്ക്ക് ഈ പിന്നെ ഇത്തരത്തിൽ പൂജാദ്രവ്യങ്ങളും അതുപോലെ തന്നെ നുറുക്കരിയും കൂടാതെ ഈ എള്ളും പൂക്കളും ഒക്കെ ആയിട്ട് പൂജകൾ നടക്കുന്നുണ്ട്. ആദ്യം പൂജ നടന്നതിന് കാർമ്മികത്വത്തിൽ നമ്പൂതിരിമാരുടെ കാർമ്മികത്വത്തിൽ പൂജ നടന്നതിന് ശേഷമാണ് അതുമായി ബന്ധപ്പെട്ട ആളുകൾ ബലിതർപ്പണ ചടങ്ങുകൾക്ക് വേണ്ടി കടൽ തീരത്തിന്റെ അടുത്തേക്ക് ബാരിക്കേഡുകൾ കൊണ്ട് സുരക്ഷിതമായി സജ്ജീകരിച്ച കേന്ദ്രത്തിലേക്ക് എത്തുന്നത്. ശേഷം അപ്പോൾ തന്നെ ക്ലീനിംഗ് നടപടികൾ നടത്തുന്ന രീതിയിലാണ് ഇവിടെ സജ്ജീകരണങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് സാധാരണ ഈ ചടങ്ങുകൾക്ക് ശേഷം, അതായത് ഈ ബലിതർപ്പണ ചടങ്ങുകൾ പൂർത്തിയാകുക അത് സ്നാനം ചെയ്യുമ്പോഴാണ്. നിലവിൽ ശംഖുമുഖത്തെ സാഹചര്യം നമുക്കറിയാം. വലിയ കടൽ ക്ഷോഭം നിലനിൽക്കുന്ന അല്ലെങ്കിൽ വലിയ തിരമാല, ശക്തമായ തിരമാല വീശുന്നൊരു സാഹചര്യം ശംഖുമുഖത്തുണ്ട്. അതുപോലെ സനിസ സൂചിപ്പിച്ച പോലെ തന്നെ അവിടുത്തെ തീരം ശോഷിച്ചിട്ടുണ്ട് ഈ സമീപകാലത്തായി. അപ്പോൾ അത്തരത്തിൽ കടലിൽ സ്നാനം ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ടോ, അതോ അതിനായി പ്രത്യേക സജ്ജീകരണങ്ങളാണോ ഒരുക്കിയിരിക്കുന്നത്?
പ്രത്യേക സജ്ജീകരണമാണ് ഗൗതം ഒരുക്കിയിട്ടുള്ളത്. ബാരിക്കേഡിന് പുറത്തായിട്ടുള്ള പിന്നെ തീരത്ത് തന്നെയാണ് ബലി അർപ്പിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിലൂടെ കാണാം, ഒരു കൂട്ടം ആളുകൾ ബലിയുമായിട്ട് കടൽ തീരത്തിലേക്ക് പോകുന്നുണ്ട്. അത്തരത്തിൽ തീരത്ത് തന്നെയാണ് ഈ പ്രാവശ്യം ബലിതർപ്പണം നടത്തുന്നത്. കാരണം വലിയ തരത്തിൽ ഉയർന്ന തിരമാലയുണ്ട്. കൂടാതെ ശംഖുമുഖത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിൽ തീരം കടലെടുക്കുന്ന ഒരു സാഹചര്യം കൂടെയുണ്ട്. ഒരിക്കലും ഈ ഒരു സമയത്ത്, ഈ ഒരു മോശം കാലാവസ്ഥയുള്ള സമയത്ത് ഒരിക്കലും കടലിനടുത്തേക്ക് പോകുന്നത് സുരക്ഷിതമല്ല. അതുകൊണ്ട് തന്നെ പ്രത്യേക ബാരിക്കേഡുകളിന് പുറത്തായിട്ട് തീരത്ത് തന്നെ ബലി അർപ്പിക്കുന്ന ഒരു സജ്ജീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ഒരു ബലിതർപ്പണവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഈ കാക്കകൾ വന്നത് കഴിക്കുന്നതോടെയാണ് ഈ പൂർവികർക്ക്, നമ്മുടെ പിതൃക്കന്മാർക്ക് ശാന്തി കിട്ടിയതായിട്ട് കണക്കാക്കപ്പെടുന്നത്. അത്തരത്തിൽ ഇവിടെ ഈ തീരത്ത് തന്നെ ബലി അർപ്പിക്കുന്നുണ്ട്. കാക്കകൾ വന്നത് കൊത്തി കഴിക്കുന്നുമൊക്കെ ഉണ്ട്. അത്തരത്തിൽ ചടങ്ങുകൾ ഇവിടെ പുരോഗമിക്കുകയാണ്. പക്ഷേ കർശനമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. ആളുകൾക്ക് അതിൽ ബുദ്ധിമുട്ടുള്ളതായിട്ട് മനസ്സിലാവുന്നില്ല. അവർക്കും ഈ ജാഗ്രതയുണ്ട്. എല്ലാ പ്രാവശ്യം ഇവിടെയാണോ വരാറ്? ഇപ്പോൾ ഈ തീരത്ത് ആണ് ഈ ബലിതർപ്പണം നടക്കുന്നത്, ഈ കടലൊക്കെ എടുത്ത ഒരു സാഹചര്യത്തിലല്ലേ? അതെ. ആർക്ക് വേണ്ടിയാണ് ബലിതർപ്പണം? വേണ്ടിയാണ്. എല്ലാ പ്രാവശ്യം ഇവിടെയാണോ ബലിയർപ്പിക്കാൻ വരാറ്? അതെ അതെ. ഇത്തരത്തിൽ തീരത്താണല്ലോ ഈ പ്രാവശ്യം. ഈ കടലുമായി ബന്ധപ്പെട്ട് അങ്ങോട്ട് കടൽ തീരത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത്തരം സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കുന്നതിലൊന്നും ബുദ്ധിമുട്ടില്ലല്ലേ? ഇല്ല ഇല്ല. അത്തരത്തിൽ ആളുകൾക്കൊന്നും ശരി സനിസ, എന്തായാലും നിലവിൽ ശംഖുമുഖം തീരത്തും ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. സനിസ സൂചിപ്പിച്ച പോലെ ഇത്തവണ കൂടുതൽ ജാഗ്രതയോടുകൂടിയാണ് ശംഖുമുഖം തീരത്തെ ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നത്. നമുക്കറിയുന്നത് പോലെ തന്നെ ശക്തമായ കടൽക്ഷോഭം നിലനിൽക്കുന്ന സാഹചര്യമാണ്, മോശം കാലാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അതിന് പര്യാപ്തമായ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ തന്നെ ക്രമീകരിച്ചിരിക്കുന്നു. ശംഖുമുഖം തീരത്ത് ഉൾപ്പെടെ അവിടെയും ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ആലുവ മണപ്പുറത്തു നിന്നും സൈഫ് നസാലിയാറും ശംഖുമുഖത്ത് നിന്ന് സനിസ ശോഭാചന്ദ്രനുമാണ് ബലിതർപ്പണത്തിൻ്റെ ചടങ്ങിൻ്റെ നിലവിലെ സ്ഥിതിഗതികൾ നമ്മളോട് വ്യക്തമാക്കിയത്.